ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സേമിയ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം വൈകുന്നേരം ചായയ്ക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് സേമിയ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വറുക്കാത്തതാണെങ്കിൽ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തതാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ക്യാരറ്റ്, പിന്നെ സബോള എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, ആ സേമിയ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിനകത്തേക്ക് നമുക്കൊരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്ക്കകത്തിട്ട് നമ്മുടെ സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നെയ്യില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ ബട്ടർ എടുത്താലും മതി. ഇനിയിപ്പോൾ ബട്ടറും ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ നെയ്ക്കകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കരുത്, കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ വറുത്തെടുത്ത സേമിയ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടി വരുമ്പം നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തേക്കുവാണ്. ഈ ഇഞ്ചിയും സബോളയും കൂടെ ചേർത്ത് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ മൂത്ത് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല വെന്തുടയൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിനകത്ത് കിടന്നിട്ടും അതുപോലെ സേമിയ ഇടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് പോകില്ലേ. അപ്പം ഒരുപാട് അങ്ങ് വെന്ത് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ സേമിയ എടുത്തേക്കുന്നത് അതിന് 1.5 പാത്രം വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് എടുത്തത്, അതിന് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 1.5 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര ഒഴിച്ചു കൊടുത്താലേ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സേമിയ വെന്ത് കിട്ടൂല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം അധികമായി പോകരുത്. അധികമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സേമിയ വെന്തങ്ങ് കുഴഞ്ഞു പോകും. അപ്പം അധികം ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുന്നതുകൊണ്ട് സേമിയ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ പച്ച സേമിയ അതുപോലെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒട്ടിപ്പിടിച്ചൊരു കട്ടയായി പോവും. ഇതുപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരല്പം നേരം അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി, കൂടുതൽ ടൈമൊന്നും അടച്ചു വയ്ക്കേണ്ട. ഞാനിപ്പോൾ ഇത് 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റൊക്കെ വീണ്ടും അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ വെള്ളം വറ്റിയിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറേ സമയം അടച്ചു വെക്കരുത്, അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അപ്പം ഞാനിത് ഒന്നുകൂടെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കി. ഇപ്പോൾ കണ്ടില്ല, വെള്ളമൊക്കെ വറ്റി സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, സേമിയൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്.
അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണേലോ വൈകുന്നേരം 4 മണിക്ക് ചായക്കോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക.